ഹായ് ഫ്രണ്ട്സ്, ക്വസ്റ്റ്യൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എക്സാം എഴുതുന്ന കൂട്ടുകാർക്കായി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? 1. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. 2. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. 3. വാഗ്ഭടാനന്ദൻ സമത്വ സമാജം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, 3 മാത്രം. അതായത് വാഗ്ഭടാനന്ദൻ സമത്വ സമാജം. അടുത്ത രണ്ടാമത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? 1. ഡൽഹിയിലെ സമരത്തിൻ്റെ നേതാവ് റാണി ലക്ഷ്മിബായി ആണ്. 2. ബീഹാറിലെ ആറയിൽ നേതൃത്വം വഹിച്ചത് നവാബ് വാജിദ് അലി ഷായാണ്. 3. കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് എ ആണ്, 1ഉം 2ഉം. 1 ഡൽഹിയിലെ സമരത്തിൻ്റെ നേതാവ് റാണി ലക്ഷ്മിബായി. 2 ബീഹാറിലെ ആറയിൽ നേതൃത്വം വഹിച്ചത് നവാബ് വാജിദ് അലി ഷാണ്. 3 താഴെ പറയുന്ന ശരിയായ ക്രമം ഏതാണ്? ഇതിൻ്റെ ഉത്തരം വരുന്നത് എ ആണ്, 2, 3, 4. 2 ദണ്ഡി മാർച്ച് 1930. 3 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ 1928. 4 ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. നാലാമത്തെ ചോദ്യം നോക്കാം. സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്? ഉത്തരം ബി ആണ്, റൂസോ. 5 ഈ താഴെ പറയുന്നവയിൽ സൺയാസനിൻ്റെ 3 തത്വങ്ങൾ ബാധകമല്ലാത്തത് ഏതാണ്? ഉത്തരം ഡി ആണ്, 2 മാത്രം. അതായത് സമഗ്രാധിപത്യം. അടുത്ത ചോദ്യം നോക്കാം. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം വരുന്നത് എ ആണ്, 3 മാത്രം. 2022 അർജന്റീനയുടെ 2ാം ലോകകപ്പ് കിരീട നേട്ടമാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, പാലക്കാട് ബന്ധിപ്പിക്കുന്നത് ഇവയെ തമ്മിലാണ്? ഉത്തരം എ ആണ്, തമിഴ്നാട് കേരളം. 8 ഉപ്പുജല തടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം എ ആണ്, രാജസ്ഥാൻ. 9 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗംഗാ നദീ വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ബി ആണ്, ബൈതർണി. 10 പമ്പാ നദിയുടെ പതനസ്ഥാനം? ഉത്തരം ബി ആണ്, വേമ്പനാട്ട് കായലാണ്. 11 താഴെ കൊടുത്തിരിക്കുന്നതിൽ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ പാളിയത്? ഉത്തരം സി ആണ്, തെർമോസ്ഫിയർ. 12 പർവേസ് മുഷറഫ് ഏത് രാജ്യത്തിൻ്റെ മുൻ പട്ടാള മേധാവിയും പ്രസിഡൻറ്റുമായിരുന്നു? ഉത്തരം ബി ആണ്, പാകിസ്ഥാൻ. 13 ഇന്ത്യയിൽ 1991 മുതൽ നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ബി ആണ്, ഭൂപരിഷ്കരണം. 14 ഇന്ത്യയിലെ 2023-24 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതിന് പ്രകാരം ഓരോ വിഭാഗത്തിലുമുള്ള സർക്കാർ ചെലവ് താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് ചേരുംപടി ചേർക്കുക. ഉത്തരം വരുന്നത് എ ആണ്. 1 സി പ്രതിരോധം 8%, സബ്സിഡികൾ 7%, പെൻഷനുകൾ 4%, പലിശ തിരിച്ചടവ് 20%. 15 ഭാരതീയ റിസർവ് ബാങ്കിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്ഥാനങ്ങൾ ശരിയായവ തിരഞ്ഞെടുക്കുക. 1 1935 സ്ഥാപിതമായി. 2 1 രൂപ മുതൽ എല്ലാ നോട്ടുകളും പുറത്തിറക്കുന്നു. 3 1949 ദേശസാൽക്കരിച്ചു. 4 ആസ്ഥാനം മുംബൈയാണ്. അതിൻ്റെ ഉത്തരം വരുന്നത് സി ആണ്, 1 3 4. 1 1935 സ്ഥാപിതമായി. 3 1949 ദേശസാൽക്കരിച്ചു. 4 ആസ്ഥാനം മുംബൈയാണ്. 16 താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ പ്രധാന ധാതുക്കളെ ലോകത്തിലെ അവയുടെ ഉൽപ്പാദന സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ ക്രമം ഏതാണെന്ന് കണ്ടെത്തുക. ഉത്തരം സി ആണ്, അഭ്രം, മൈക്ക, കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്.
17 ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന ശരിയായ തിരഞ്ഞെടുക്കുക. 1. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 2. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി. 3. ഇപ്പോൾ 2022-23 14ാമത് പഞ്ചവത്സര പദ്ധതിയാണ് നടക്കുന്നത്. 4. സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് സി ആണ്. 1, 3, 4. 1. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 2. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. 4. സമത്വം പഞ്ചവത്സരത്തിലെ പ്രധാന ലക്ഷ്യമാണ്. ഇനി 18ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത്? ഉത്തരം ഡി ആണ്. ഡോക്ടർ വർഗീസ് കുര്യൻ. പാലാണ്, മിൽക്കാണ്. 19 ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്? 22 ഓൾ ഓഫ് ദി എബോവ്. 1. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കുന്നത്. 2. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. 3. രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ്സാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. 20 ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള ആശയങ്ങൾ ശരിയായത്? ഉത്തരം സി ആണ്. ഒളി 1 and 2. പാർലമെൻ്ററി സമ്പ്രദായം, നിയമവാഴ്ച. 21 ചുവടെ ചേർക്കുന്ന പ്രസ്താവന ശരിയായത്? ഉത്തരം വരുന്നത് ഓൾ ഓഫ് ദി എബോവ്. എല്ലാം ശരിയാണ്. 1. കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ. 2. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹാബിയസ് കോർപ്പസ്. 3. ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡാമസ്. 22 ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത്? ഉത്തരം സി ആണ്. ഒളി 3. 3 മാത്രം. വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം. 23 നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ബി ആണ്. 1, 3. 1. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. 3. ജീവിത നിലവാരം ഉയർത്തുക. 24 ചുവടെ ചേർക്കുന്ന സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം എ ആണ്. 2 മാത്രം. സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. 25ാമത്തെ ചോദ്യം നോക്കാം. ചുവടെ ചേർക്കുന്ന പ്രസ്താവന ശരിയായത്? 1. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 368. 2. 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 3. അനുച്ഛേദം 32 പ്രകാരം ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. 1ഉം 2ഉം. അത് 1 ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 368. 2 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇനി 26ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ 3 ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചുവടെ ചേർക്കുന്നത്. ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ബി ആണ്. 2, 3 മാത്രം. 2 സംസ്ഥാന ലിസ്റ്റ് എന്ന് പറയുന്നത് ജയിൽ, മദ്യം, വാണിജ്യം. 3 കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ. 27 ചുവടെ ചേർക്കുന്ന തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം വരുന്നത് എ ആണ്. 2, 3. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. 3 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്ന പ്രസിഡന്റാണ്. 28 ചുവടെ ചേർക്കുന്ന പ്രസ്താവന ശരിയത്? ഉത്തരം സി ആണ്. 2, 3. 2 ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവയ്ക്ക് ഇരുസഭകളുള്ള നിയമനിർമ്മാണ സഭകളാണുള്ളത്. 3 കർണാടകം, ബീഹാർ എന്നിവയ്ക്ക് ഇരുസഭകളുള്ള നിയമനിർമ്മാണ സഭകളാണുള്ളത്. 29 ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 1 ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പാണ് ജലപീഠം. 2 ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. 3 ജലപീഠത്തിൻ്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ്. ഇതിൻ്റെ ഉത്തരം ഡി ആണ്. തന്നിരിക്കുന്നത് എല്ലാം ശരിയാണ്. 30 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്?
ഉത്തരം ഡി ആണ് തന്നിരിക്കുന്നതൊക്കെ ശരിയാണ്. അതായത് 1 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് എം പരീത് പിള്ളയാണ്. 2 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കാണ്. 3 ഡോക്ടർ എസ് ബലരാമൻ, ശ്രീ ടി കെ വിൽസൺ എന്നിവർ ആദ്യ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. 31 ചുവടെ ചേർക്കണം പ്രസ്താവനകൾ ശരിയായത്. 1 പോക്സോ നിയമപ്രകാരം ബാലൻ എന്നാൽ 18 വയസ്സ് താഴെയുള്ള കുട്ടിയാണ്. 2 പോക്സോ കുറ്റകൃത്യം ഉടനെ റിപ്പോർട്ട് ചെയ്തതിൽ 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കും. 3 കെൽസ എന്ന സ്ഥാപനം അതിജീവിതർക്ക് സൗജന്യ നിയമസഹായം നൽകുന്നു. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഡി ആണ്, ഓൾ ഓഫ് ദി എല്ലാം തന്നിരിക്കുന്നതൊക്കെ ശരിയാണ്. 32 താഴെ പറയുന്ന ലോ രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുത ഏത്? ഉത്തരം സി. ആൻറ്റിബോഡികളായ എ ബി എന്നിവ കാണുന്നു. 33 ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നവരെ. ഉത്തരം ബി ആണ്, സസ്യങ്ങൾ. 34 ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ബി. ഫൈലേറിയൽ വിരകളാണ് ഇതിന് കാരണം. 35 DNA ജീനിൻ്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ. ഉത്തരം ഡി. ജീൻ മാപ്പിംഗ്. 36 താഴെ പറയുന്ന ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ഉത്തരം എ ആണ്, തൊണ്ടമുള്ള. 37 ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏത്? ഉത്തരം സി. ലിഗേഴ്സ്. 38 അൾട്രാവയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഉത്തരം സി ആണ്, 2ഉം 4ഉം. 2 മനുഷ്യ ശരീരത്തിൽ മെലാനിൻ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നു. 4 ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു. 39 ഫോക്കസ് ദൂരം 20 സെൻറ്റിമീറ്ററുള്ള കോൺവെക്സ് ലെൻസിൻ്റെ വക്രതാരം എത്ര? 40 സെൻറ്റിമീറ്റർ. 40 10 കിലോ മാസ് ഉള്ള ഒരു വസ്തു 5 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ വസ്തുവിൻ്റെ ആക്കം എത്ര? ഉത്തരം ഡി ആണ്, 50 കിലോമീറ്റർ പെർ സെക്കൻഡ്. 41 ശ്രീഹരിക്കോട്ടയിൽ നിന്നും SSLV-2 വിക്ഷേപിച്ച് ഭ്രമണപഥത്തിലെത്തിച്ച ഉപഗ്രഹങ്ങൾ മലയാളി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ ഉപഗ്രഹം ഏത്? ഉത്തരം ബി ആണ്, ആസാദി-സാറ്റ് 2. 42 W ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ്? ഉത്തരം ബി ആണ്, ടങ്സ്റ്റൺ. 43 ചുവടെ നൽകിയിരിക്കുന്നതിൽ കപട സംക്രമണ മൂലകം ഏത്? അതിൻ്റെ ഉത്തരം എ ആണ്, കാഡ്മിയമാണ്. കപട സംക്രമണ മൂലകം. 44 ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ഉത്തരം ഡി ആണ്, പ്ലൂട്ടോണിയമാണ്. 45 അറ്റോമിക സംഖ്യ 11 മൂലകത്തിൻ്റെ എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? ഉത്തരം സി ആണ്, 8. 46 വെള്ളായിയപ്പൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന OV വിജയൻ രചിച്ച ചെറുകഥ. ഉത്തരം ബി ആണ്, കടൽ തീരത്ത്. 47 ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ആരെ? ഉത്തരം സി. വള്ളത്തോൾ. 48 ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആര്? ഉത്തരം ഡി ആണ്, കർണം മല്ലേശ്വരി. അടുത്തത് നോക്കാവേ. 49 ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം വരച്ചതാര്? ഉത്തരം ഡി ആണ്, വിൻസെൻ്റ് വാൻ ഗോഗ്. 50 ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത ഹൈക്കോടതി ഏത്? ഉത്തരം സി ആണ്, കേരള ഹൈക്കോടതിയാണ്. ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. 61 മുതൽ യൂസ് ദ കറക്റ്റ്
Question tag for the following sentence. Suma broke the glass. ഇതിന് ഉത്തരം വരുന്നത് ബി ആണ്. ഡിഡിൻ ഷീ. 62. ഡ്രഗ്സ് ആൻഡ് ലിക്കർ ഡാഷ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഉത്തരം സി ആണ്. ഡ്രഗ്സ് ആൻഡ് ലിക്കർ ആർ ഇൻജൂറിയസ് ടു ഹെൽത്ത്. 63. പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ്. 22 ആണ്. ലാസീനസ്. 64. പിക്ക് ഔട്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. ലില്ലി ഗേവ് അപ്പ് ദ സ്ട്രഗിൾ ഇൻ ഡാഷ്. ഉത്തരം സി ആണ് വരുന്നത്. ഡെസ്പെയർ. 65. മിസ്റ്റി പ്ലേസ് എ ഡാഷ് റോൾ ഇൻ ദി ഫിലിം. ഉത്തരം എ ആണ്. ഡ്യൂവൽ. മിസ്റ്റി പ്ലേസ് എ ഡ്യൂവൽ റോൾ ഇൻ ദി ഫിലിം. 66. ആൻറ്റോണിം ഓഫ് ഡെസ്ക്. ഉത്തരം സി ആണ്. ഡൗൺ. 67. ഓപ്പോസിറ്റ് ജെൻഡർ ഓഫ് ഡ്രേക്ക്. അതിൻ്റെ ഉത്തരം ബി ആണ്. ഡക്ക്. ഡക്കിൻ്റെ ജെൻഡറാണ് ഡ്രേക്ക്. 68. റൊണാൾഡ് ഈസ് കമ്മിങ് ഡാഷ് ആൻ എയ്റോപ്ലെയിൻ. ഉത്തരം സി ബൈ. റൊണാൾഡ് ഈസ് കമ്മിങ് ബൈ ആൻ എയ്റോപ്ലെയിൻ. 69. കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. രമേശ് സോ എ ഈഗിൾ ഇൻ ദി സോ. ഉത്തരം എ ആണ്. ആൻ. 70. ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഇൻ ടു പാസീവ് വോയിസ്. കമല ലവ്സ് മിനി. ഉത്തരം ബി ആണ്. മിനി ഈസ് ലവ്ഡ് ബൈ കമല. പാസീവ് ഫോമാണ്. ഇനി മലയാളം ചോദ്യങ്ങളാണ്. അഗ്നിയുടെ പര്യായപദം എഴുതുക. ഉത്തരം സി ആണ്. അനലൻ. 72. ലേഖകൻ സ്ത്രീലിംഗം എഴുതുക. ലേഖകൻ്റെ സ്ത്രീലിംഗം ലേഖിക. ഉത്തരം ബി. 73. ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്ത് എഴുതുമ്പോൾ. ഇതിൽ ഡി ആണ് ആൻസർ വരുന്നത്. ശരത് ചന്ദ്രൻ. 74. ഫലിച്ച കൂടാതെ നൃത്തം വരുന്ന പദം ഏത്? ഉത്തരം എ നിഷ്കാമം. 75. ശ്ലാഘ്യം വിപരീത പദം എഴുതുക. ശ്ലാഘ്യത്തിൻ്റെ വിപരീത പദം. ഉത്തരം ബി ആണ്. ഗർഹ്യം. 76. വാഗർത്ഥം പിരിക്കുമ്പോൾ. ഉത്തരം ഡി ആണ്. വാക് അധികം അർത്ഥം. 77. ശരിയായ വാക്യം എടുത്തെഴുതുക. ഉത്തരം വരുന്നത് സി ആണ്. ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല. 78. ചോദ്യം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. അതിൻ്റെ ഉത്തരം വരുന്നത് ബി ആണ്. നിങ്ങൾ. 79. അർത്ഥവ്യത്യാസം എഴുതുക. കന്ദരം ഗുഹ. ഖന്തരം. അതിൻ്റെ ഉത്തരം ബി ആണ്. കഴുത്ത്. 80. ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്ത്? ഉത്തരം ബി ആണ്. പ്രായോഗികമല്ലാത്തത്. 81. ക്വസ്റ്റ്യൻ. സ്പെഷ്യൽ ടോപ്പിക്കാണ് തുടങ്ങുന്നത്. അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ. 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാന്മാർഗികരണ സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം സ്പെഷ്യൽ സബ് ജയിലുകളിൽ പാർപ്പിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽ ഉള്ളവരെയാണ്? ഉത്തരം വരുന്നത് ആണ് 3 മാസം. 82. 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സന്മാർഗീകരണ സേവനങ്ങളും നിർവഹണ ചട്ടങ്ങൾ 139 വകുപ്പ് പ്രകാരം പുരുഷ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ വിഭാഗത്തിൽ വരാത്തത് താഴെ പറയുന്നത് ഏതാണ്? ഇതിന് ഉത്തരം വരുന്നത് ഡി ആണ്. ഇവയെല്ലാം. പ്രിസൺ ഓഫീസർ, ഗേറ്റ് കീപ്പർ, ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ. 83. തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ
പഠന ആവശ്യത്തിനായി മോചിപ്പിക്കുന്നതിന് സർക്കാരിന് അധികാരം നൽകുന്ന ക്രിമിനൽ നടപടി ചട്ടം ഏതാണ്? ഉത്തരമേയാണ് 432(6). 84. ബോർസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്? ഉത്തരശ്രേണി 21 വയസ്സിൽ താഴെയുള്ളവർ. 85. ശിക്ഷാപ്രതികളുടെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്നതിനുള്ള ഉപദേശക സമിതിയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം ഡി ആണ്, ജയിൽ വകുപ്പ് മേധാവി. 86. ചോദ്യം. 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? ഉത്തരം എ ആണ്, 1993 ഒക്ടോബർ 12. 87. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം എ ആണ്, രാഷ്ട്രപതി. 87. താഴെ പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തതാര്? ഉത്തരം ബി ആണ്, കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി. 89. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഉത്തരം സി ആണ്, പ്രധാനമന്ത്രി. 90. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ? ഉത്തരം എ ആണ്, സെക്രട്ടറി ജനറൽ. 91. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഉത്തരം എ ആണ്, സുഷമ സിംഗ്. 92. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ് എത്ര? ഉത്തരം ഡി ആണ്, ഇതൊന്നുമല്ല. 93. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നതാണ്? ഉത്തരം സി ആണ്, വിവരാവകാശ നിയമം. 94. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര്? ഉത്തരം സി ആണ്, APJ അബ്ദുൽ കലാം. 95. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെ നിയമിക്കുന്നതാര്? ക്രമേണ രാഷ്ട്രപതി. 96. മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത് ആരാണ്? ഉത്തരം ബി ആണ്, ഫ്രോയിഡ്. 97. താഴെ പറയുന്ന ദൃശ്യ സ്ഥലകാല ബുദ്ധി സ്പേഷ്യൽ ബുദ്ധി കൂടുതലുള്ളത് ആർക്കാണ്? ഉത്തരം എ ആണ്, ശില്പികൾ. 98. ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഉത്തരം സി ആണ്, പാരിസ്ഥിതികം. 99. ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഡാഷ് ഉണ്ടാകുന്നു? ഉത്തരം ഡി ആണ്, ഇച്ഛാഭംഗം. 100. ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടിയല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏതുതരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? ഉത്തരം ബി ആണ്, ആന്തരിക അഭിപ്രേരണ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ്റെ ഞാൻ GK ചെയ്തിരുന്നു. നമുക്ക് ഇംഗ്ലീഷ് തൊട്ട് നോക്കാം. 61ാമത്തെ ചോദ്യം മുതലാണ് തുടങ്ങുന്നത്. 61ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് റോങ്ലി സ്പെൽറ്റ്? അതിൻ്റെ ഉത്തരം ബി ആണ്, ഹിലാരിയസ്. അടുത്തത് 62. ഈച്ച് വൺ ഓഫ് യു ഡാഷ് സ്പെഷ്യൽ? ഉത്തരം ബി ആണ്, ഈച്ച് വൺ ഓഫ് യു ഈസ് സ്പെഷ്യൽ. 63. ചൂസ് ദ ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ്. എ ഡ്രീമി സ്റ്റേറ്റ്. ഉത്തരം എ ആണ്, ഡെലീരിയസ്. 64. ഷീ കാനോട്ട് ഡാഷ് ഹെർ ഹസ്ബൻഡ് എനി ലോങ്ങർ. ഉത്തരം ഡി ആണ്, പുട്ട് അപ്പ് വിത്ത്. ഷീ കാനോട്ട് പുട്ട് അപ്പ് വിത്ത് ഹെർ ഹസ്ബൻഡ് എനി ലോങ്ങർ. 65. ഷീ കുഡ് നോട്ട് ഡാഷ് ടു ദ ന്യൂ സർക്കംസ്റ്റാൻസസ്. എൻ്റെ ഉത്തരം വരുന്നത് ഡി ആണ്, അഡാപ്റ്റ്. ഷീ കുഡ് നോട്ട് അഡാപ്റ്റ് ടു ദ ന്യൂ സർക്കംസ്റ്റാൻസസ്.
66. Select the most appropriate meaning of the given idiom. A hard nut to crack. ഉത്തരം സി ആണ്, ഡിഫിക്കൽട്ട് പ്രോബ്ലം. 67. റീമ replied that she would completed the work, which is the incorrect word in the sentence. ഉത്തരം സി ആണ്, completed. 68. Complete the sentence. I would have bought a gift if. ഉത്തരം ബി ആണ്, if you had called me on your birthday. 69. Select the correct question tag. I often come home late. ഉത്തരം ഡി ആണ്, don't I. 70. Which of the following options are most similar in meaning to the word pensively? ഉത്തരം ബി ആണ്, 1, 2, 4. സ്പെക്യുലേറ്റീവ്, ruminative, thoughtful. അടുത്തത് മലയാളം ചോദ്യങ്ങളാണ്. 71. ക്രമം അനുസരിച്ച് എന്നർത്ഥം വരുന്ന പദം ഏത്? ക്രമം അനുസരിച്ചു എന്നർത്ഥം വരുന്ന പദം. ഉത്തരം സി ആണ്, 3 മാത്രം. അനുക്രമം. 72. താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ വാക്യം കണ്ടെത്തുക. 1. സ്കൂളിൽ മരിച്ച മാനേജരെ അനുശോചിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും സമ്മേളിച്ച് പ്രമേയം പാസാക്കി. 2. സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു. 3. അധ്യാപകൻ പഠിക്കാത്തതിന് വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ബി ആണ്, 2 മാത്രം ശരി. സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു. 73. കൈശ്വര എന്ന പദം പിരിച്ചെഴുതിയാൽ. ഉത്തരം ഡി ആണ്, 4 മാത്രം ശരി. കൈ അധികം അക്ഷരം. 74. നിഘണ്ടുവിൽ കാണുന്നതിലെ ക്രമപ്പെടുത്തിയ കൂട്ടം ഏത്? ഉത്തരം എ ആണ്, 2 മാത്രം ശരി. ചക്രവാകം, ചക്രവാദം, ചക്രവാളം, ചക്രശ്വാസം. 75. ശരിയായ പദം കണ്ടെത്തുക. ഉത്തരം ബി ആണ്, 4 മാത്രം ശരി. അസ്തമയം. 76. യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ലേത്? ഉത്തരം സി, 2 മാത്രം ശരി. ചിനക്കത്തൂർ പൂരം തനിക്കൊത്തവണ്ണം. 77. ഈ ദൃശ്യം എന്ന പദത്തിന്റെ വിപരീതം കണ്ടെത്തുക. ഉത്തരം എ, 3 മാത്രം ശരി. സാദൃശ്യം. 78. സൂര്യൻ എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത്? ഉത്തരം ഡി, 4 മാത്രം ശരി. സുധാംശു. അടുത്ത ചോദ്യം നോക്കാം. അടിയുടെ ഉള്ളിലൊരു പെരുമ്പഴ എന്ന കടങ്കഥ അർത്ഥമാക്കുന്നത് എന്തിനെയാണ്? ഉത്തരം സി ആണ്, 2 മാത്രം ശരി. തേനീച്ചക്കൂട്. 80. തെറ്റായ തർജ്ജിമ ഏത്? ഉത്തരം ബി ആണ്, 1 മാത്രം ശരി. ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി, കൂട്ടത്തിൽ കൊള്ളാത്തവൻ. അടുത്ത നോക്കുക. കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞ് മരണപ്പെട്ടു. 11th hour, 11 മണി. റെഡ് ടേപ്പ്, ചുവപ്പ് നാട്. അടുത്തത് സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ആണ് തുടങ്ങുന്നത്. 81 മുതൽ. കേരളം രൂപീകൃതമായ ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത്? ഉത്തരം ബി ആണ്, തവന്നൂർ സെൻട്രൽ ജയിൽ. 82. 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? സി ആണ്, അലക്സാണ്ടർ ജേക്കബ്. 83. ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്ന ഏത് പ്രായപരിധിയുള്ള തടവുകാരാണ്? ഉത്തരം ഡി ആണ്, 18 മുതൽ 21 വരെ. 84. തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുമ്പാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഉത്തരം സി ആണ്, 1, 2, 4. 1. സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ്. 2. ജില്ലാ കളക്ടർ ഈ സമിതിയിൽ അംഗമാണ്. 4. അനൗദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. 85. കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഉത്തരം സി, 2, 3 മാത്രം. ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ്. 3 തുറന്ന ജയിലാണുള്ളത്.
86 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകുന്നവർ ആരൊക്കെയാണ്? ക്രമേണ 1, 2, 4. ഇതൊന്ന് പ്രധാനമന്ത്രി, രാഷ്ട്രപതി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. 87 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഉത്തരം ബിയാണ് 3 മാത്രം. 88 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം ഡി 11 ഡിസംബർ 1998. 89 നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ഉത്തരം ബി ആണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. 90 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ബി 1 മാത്രം. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ കമ്മീഷൻ അധ്യക്ഷനാകാൻ കഴിയുകയുള്ളൂ. 91 വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം അത്? ഉത്തരം ബി ആണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. 92 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന? സി 1, 3, 4. 1 അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 3 കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. 4 ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്. 93 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? ഇവയൊന്നുമല്ല. 94 കേരള സംസ്ഥാനത്തെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇത്രമേയാണ് വിശ്വാസ് മേത്ത. 95 വിവരാവകാശ നിയമത്തിന് കീഴിൽ ഒരു പൊതു അധികാര സ്ഥാനം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? 2 1, 2, 3, 4. 1 സർക്കാർ ഓഫീസുകൾ, 2 ISRO, 3 ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, 4 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. തന്നിരിക്കുന്നതൊക്കെ ഉൾപ്പെടുന്നതാണ്. 96 ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏതുതരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത്? ഉത്തരം ശാരീരിക ചലനപര ബുദ്ധിമുട്ട്. 97 മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേര്? ഉത്തരം സിഗ്മണ്ട് ഫ്രോയിഡ്. 98 അയൽക്കാരുമായി നിരന്തരമായി ഉണ്ടാകുന്ന സംഘർഷം ഏതുതരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഉത്തരം സാമൂഹിക. 99 വ്യക്തതയില്ലാത്തതും വ്യാപിച്ചെടുക്കുന്നതും അരോചകമായി ഭയത്തറിയപ്പെടുന്നത്? ഉത്തരം ഉത്കണ്ഠ. 100 താഴെ പറയുന്നതിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം? ഉത്തരം സി ആണ് നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു. നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് എടുത്തിട്ടുള്ളത്. GK ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ കൂട്ടുകാരൊക്കെ നോക്കുക, അതൊക്കെ ആവർത്തിച്ച് വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.